നമസ്കാരം. സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊരു നെല്ലിക്ക പെരട്ടുണ്ടാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക നമുക്കത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഒരു എട്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നെല്ലിക്ക. അതിന് എണ്ണയില്ല, അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് നോക്കുകയാണ് നെല്ലിക്ക വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതേ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്തിട്ടില്ല, കുറച്ച് സമയം കൂടെ ഒന്ന് വേകണം കേട്ടോ. അപ്പം ഞാനത് ഒന്നുകൂടി അടച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അരയ്ക്കാനായിട്ട് പച്ചമുളക്, തേങ്ങ, കുറച്ച് കറിവേപ്പില, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകവേ. നല്ലതുപോലെ ഇതുപോലെ പൊട്ടി വരണം. അപ്പോൾ ഇപ്പം നമ്മുടെ നെല്ലിക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കഴിവിൻ്റെ പരമാവധി ചട്ടിയിൽ അടുപ്പിൽ വെക്കാമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത്, എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചെറിയ ഉള്ളി, ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ കറിക്ക് കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് എരിവ് കുറവായിരുന്നു. അപ്പോൾ ഈ പച്ചമുളകിന് എരിവ് കുറവാണ്. അപ്പം ഈ 3 പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് എരിവ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരച്ചതും കുറച്ചേ അരച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എരിവും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പച്ചമുളക് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വരണം, നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു സ്വല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ നെല്ലിക്ക ഇതിലിട്ട് വഴറ്റരുത് കേട്ടോ. വഴറ്റി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടി അങ്ങ് ഹാർഡായി പോവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു വെന്ത് വരത്തില്ലത്. അപ്പം ഇനി നമ്മൾ ഈ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, ഈ വെള്ളം ഒന്ന് അടച്ച് വെച്ച് ചട്ടി അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ നെല്ലിക്ക ആ കുരുവിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ടായിരുന്നേ അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ അരച്ച ആ മിക്സിയുടെ ജാറിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. അരപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ചേർത്തിട്ടില്ല. ആ കാരണം ഇതിലൊട്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് നല്ല പെരണ്ടാണ് ഇരിക്കുന്നത്, അതാണ് നെല്ലിക്ക പെരട്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം അതാ നല്ലതുപോലെ ആ വെള്ളം ചേർത്ത് കൊടുത്ത് അത് ഒരു നല്ലോണം തിളച്ചിട്ട് ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളിനി ഇതാ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ അരപ്പ് വേകണമല്ലോ, നല്ല രീതിയിൽ അരപ്പ് വെന്തല്ല അരപ്പിൻ്റെ ചുവയൊക്കെ ഉണ്ടാകത്തില്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ അരപ്പ് ഇതിൽ കിടന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ നല്ലപോലെ തീ നല്ലതുപോലെ ഉണ്ട് അടുപ്പിൽ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് വറ്റി നല്ലോണം വരണ്ട് വരും കേട്ടോ. അപ്പോൾ നല്ല കിടുക്കാച്ചി ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ നെല്ലിക്ക പെരട്ട് കിട്ടും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്.
ഒരുപാട് സമയം വെക്കേണ്ട. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിന് നല്ല ചൂടാണ്. ചട്ടിയുടെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് വറ്റിപ്പോവും. അപ്പം ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്, അടിക്കൊന്നും പിടിക്കാതെ. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം തീ കണ്ടോ നല്ലതുപോലെ ഉണ്ട്, തിളയ്ക്കുന്നുണ്ടോ, നല്ലപോലെ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും മതി, നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടി ഒരു കുഞ്ഞു ചീനിച്ചട്ടിയും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളകും കറിവേപ്പിലും ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ കറിക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറി ഞാൻ വീണ്ടും അടുപ്പിലോട്ട് വെക്കുന്നില്ല, അപ്പോൾ പിന്നെ ട്രൈപോഡ് മാറ്റിയൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്ക പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും 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 ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.